സ്റ്റെമ്മാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പകരം ലീഫിൻ്റെ പകരം ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ മാമൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാമൽസിനെ നോക്കിക്കഴിഞ്ഞാൽ മാമൽസിൻ്റെ അഡാപ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു 3 ചിത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോക്സിൻ്റെ കേസിൽ ഇവിടെ ഡെസേർട്ടിലുള്ള ഫോക്സിൻ്റെ ചെവി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ റീജിയൻ പോളാർ റീജിയൻ ഏതാണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിലോട്ട് വരുമ്പോൾ ഇവയുടെ ചെവിയുടെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണാം അല്ലേ, ചെവിയുടെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റാബിറ്റിൻ്റെ ഇത് നോക്കൂ, കേസിൽ നോക്കൂ, അല്ലെങ്കിൽ ഒരു പോളാർ ഹാരിയുടെ കേസിൽ നോക്കൂ. ഈ ഒരു കേസിൽ ഇതിൻ്റെ എന്താ പറയുക, ഇയറിൻ്റെ വലിപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ലിംബിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോളാറിലോട്ട് വരുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന് അലൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ കോൾഡർ ക്ലൈമറ്റിൽ ജീവിക്കുന്ന മാമൽസിന് ഷോർട്ടർ എയർസും ലിംസും ഉണ്ടാകുന്നത് അവയുടെ ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഓക്കെ, ഇത് ഇത്രയും ചെവി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ചെവിയിൽ, അതായത് അത്രയും സർഫസ് ഏരിയ ഉണ്ട്, അത്രയും സർഫസ് ഏരിയ കൂടി അതിന് എന്തുണ്ടാവും, ഹീറ്റ് ലോസ് ഉണ്ടാവും. സോ ഈ കോൾഡർ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഹീറ്റ് അവർക്ക് എന്താ ചെയ്യുക, അത് പുറത്തോട്ട് പോകാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ പുറത്തേക്ക് ഹീറ്റ് കളയാനായിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ജീവികൾ എവല്യൂഷണറിലി അവരുടെ ഇയറും അതുപോലെ തന്നെ ലിംബിൻ്റെയും സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അലൻസ് റൂൾ എന്ന് പറയുന്നത്. അലൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് അലൻസ് റൂൾ എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ പോളാർ റീജിയനിലുള്ള തണുപ്പുള്ള കോൾഡ് ക്ലൈമറ്റിൽ ജീവിക്കുന്ന ജീവികളിൽ കാണുന്ന മറ്റൊരു അഡാപ്റ്റേഷനാണ് അക്യോട്ടിക് മാമൽസ് ലൈക്ക് സീൽസ്. അവർക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ടാവും ബിലോ ദിയർ സ്കിൻ ദാറ്റ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ ആൻഡ് റെഡ്യൂസ് ലോസ് ഓഫ് ബോഡി ഹീറ്റ്. സീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇയാളെ. ഓക്കെ, നിങ്ങൾ നേരത്തെ അലൻസ് റൂൾ പ്രകാരം പറയുന്നുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇതിൻ്റെ ലിംബൊക്കെ വളരെ ചെറുതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ബ്ലബ്ബർ എന്ന് പറയുന്ന ഒരു ഫാറ്റിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഈ ഒരു ഫാറ്റിൻ്റെ ലെയർ ഇത് ഇവിടെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് പുറത്തോട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ പുറത്തോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ഈ ബ്ലബ്ബർ ആക്ട് ചെയ്യുന്നു. അതാണ് കോൾഡർ ക്ലൈമറ്റിൽ ഇതിന് ഇത്രയും തണുപ്പുള്ള ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഇന്റേണൽ ഹീറ്റ് പുറത്തോട്ട് ലോസ് ആവാതെ ഈ ഒരു ജീവിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ബ്ലബ്ബറാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ആർക്യൂബാക്ടീരിയകളെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആർക്യൂബാക്ടീരിയ, യൂബാക്ടീരിയ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആർക്യൂബാക്ടീരിയ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ഇവർ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ആർക്യൂബാക്ടീരിയകൾ ഹോട്ട് സ്പ്രിങ്ങിൽ കാണാം, അതുപോലെ തന്നെ ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ വെന്റുകളിൽ കാണാം. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലും മുകളിലായിരിക്കും, എന്നിട്ടും അവിടെ അവർ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും കൂടിയ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ആർക്യൂബാക്ടീരിയകൾ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തു പോകുന്നത്? ഇതിന് പറയുന്നത് ഒന്നെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ഈ ഒരു ഹൈ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഈ ഹൈ ലെവൽ ഓഫ് ടെമ്പറേച്ചറിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഹൈ തെർമൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻസൈമുകൾ അവർക്കുണ്ട്. നിങ്ങൾ ഓൾറെഡി ടാഗ് പോളിമറൈസ് എന്നൊക്കെ നിങ്ങൾ PCR കേസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാഗ് പോളിമറൈസ് ഒക്കെ. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസുകൾ ഇത്തരത്തിലുള്ള ആർക്യൂബാക്ടീരിയൽസുകൾ കാണുന്നുണ്ട്. അതാണ് അതിനെ സഹായിക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിപ്പിഡ് ബൈലെയറിലുള്ള വ്യത്യാസമാണ്. ബാക്കി ബാക്ടീരിയകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിപ്പിഡ് ബൈലെയർ കുറേ കൂടി വ്യത്യസ്തമായിട്ട് ഇത്തരം ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഈ ഒരു ജീവിയെ സർവൈവ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ആണ് ഇതിൻ്റെ ലിപ്പിഡ് ബൈലെയറിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആർക്യൂബാക്ടീരിയയെ ഇത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. അതൊക്കെ അതിൻ്റെ ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസുകളാണ്. മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഫിഷസുകളും അന്റാർട്ടിക് വാട്ടറിൽ, നിങ്ങൾക്കറിയാം അന്റാർട്ടിക് വാട്ടറിൽ എന്തുണ്ട്, ഫിഷസുകളുണ്ട്. അത്രയും ഐസായി കിടക്കുന്ന ആ ഒരു അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ, ഐസായി പോകുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഈ ജീവികൾ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ മീൻ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അതാകെ കട്ട പിടിച്ചിട്ടുണ്ടാവും, വളരെ കട്ട പിടിച്ച് മരവിച്ച് ഇരിക്കുന്നുണ്ടാവും ആ മീൻ അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അത് ഇതേപോലെ തന്നെ ഇത്രയും ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഈ മത്സ്യങ്ങൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ ഫ്രീസായി പോകുന്നില്ല? എന്തുകൊണ്ട് അതുപോലെ കട്ട പിടിക്കുന്നില്ല? ഇതിന് ഇവരുടെ ശരീരത്തിൽ ആൻറ്റി ഫ്രീസിങ് പ്രോട്ടീൻസുകൾ ഉണ്ട്. അതാണ് ഇതിനെ
ഇത്രയും ഫ്രീസിങ് ടെമ്പറേച്ചറിലും ഇതിനെ സർവൈവ് ചെയ്യാൻ ഇതിനെ സഹായിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാം മെനി മെറൈൻ ഇൻവെർട്ടിബ്രേറ്റുകളും ഫിഷുകളും എവിടെ ഉണ്ട്? ഡീപ്പ് സീൽ, വളരെ ഗ്രേറ്റ് ഡെപ്ത് ഇൻ ദ ഓഷ്യൻ, വളരെ ഡീപ്പ് സീലും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ഫിഷസുകളുണ്ട്, ഇൻവെർട്ടിബ്രേറ്റ്സുകളുണ്ട്, അവരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ വളരെ ക്രിഞ്ച് ആയിട്ടുള്ള വളരെ ഹൊറിബിൾ ആയിട്ടുള്ള കുറേ ക്രിയേച്ചേഴ്സുകൾ അവിടെ കാണാറുണ്ട്. ഓക്കെ, അവിടെ ഏകദേശം നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാളും 100 ടൈപ്പ് 100 ഇരട്ടിയിലധികം പ്രഷർ ഉണ്ടാവും. അത്രയും പ്രഷറിൽ എങ്ങനെയാണ് ഈ ജീവികൾ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഒരു തവളയുടെ ദേഹത്തു കൂടി ഒരു ലോറി കയറി പോയി കഴിഞ്ഞാൽ അത് ക്രഷായി പോകുമെന്ന് നിങ്ങൾക്കറിയാം. അതായത് അത്രയും പ്രഷർ ആ ഒരു തവളക്ക് താങ്ങാൻ പറ്റില്ല, അത് ക്രഷായി പോകും. അതേപോലെ തന്നെ ഇത്രയും ഒരു ഹൈ ഏകദേശം 100 ഇരട്ടി പ്രഷറിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ 100 ഇരട്ടിയിലധികം പ്രഷറിൽ എങ്ങനെയാണ് ഈ ജീവികൾ ക്രഷാവാതെ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു ജൈവലോകത്തെ ഒരു വസ്തുത. അതിന് പറയുന്നത് ഒരുപക്ഷെ ഇവരുടെ ശരീരത്തിൽ മറ്റു ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഗ്യാസ് വാക്യൂൾസ് അല്ലെങ്കിൽ സ്വിംഗ് ബ്ലാഡേഴ്സുകൾ, മറ്റു മത്സ്യങ്ങളിലൊക്കെ അതിന് ഗ്യാസ് വാക്യൂൾസുകൾ കാണാം, അതിൽ ഗ്യാസ് ബ്ലാഡറുകൾ കാണാം, അതിന് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്നാൽ ഇത്തരം ജീവികൾ അത്തരത്തിലുള്ള ഫ്ലോട്ട് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള എയർ ബ്ലാഡേഴ്സുകൾ ഇതിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എയർ ക്യാവിറ്റികൾ ഈ ജീവികളിൽ കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള റെഫറൻസുകളാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം തവള ക്രഷായി പോകുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്തു കൂടി ഒരു ലോറി കയറി പോയി കഴിഞ്ഞാൽ ക്രഷായി പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് കുറെ എയർ സ്പേസുകൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു അയൺ റോഡിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഒരു മരത്തടിയുടെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ അത് ക്രഷ് ആവുന്നില്ല. കാരണം ആ അയൺ റോഡിൽ അയൺ റോഡിന് അകത്ത് എയർ സ്പേസുകൾ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജീവികളും എയർ സ്പേസുകൾ ഇവരുടെ ശരീരത്തിൽ കുറവായതാകാം ഇതിനെ ഇത്തരത്തിലുള്ള ഹൈ പ്രഷറിലും ഇതിനെ സർവൈവ് ചെയ്യാൻ ഇതിനെ പ്രാപ്തമാക്കുന്നത്, അതിനെ സഹായിക്കുന്നത് അത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസുകൾ. ഓക്കെ, ഇനി നമ്മൾ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിലോട്ട് പോകുമ്പോൾ ഏകദേശം 3500 മീറ്റർ അത്തരത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും അല്ലേ. ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ടുണ്ടാവും, ഹിമാലയത്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണാലിയിലുള്ള രോഹ്താങ് പാസിലൂടെ നിങ്ങൾ ഈ ഹിമാലയത്തിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുകളിലോട്ട് പോകുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബോഡി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോസി വരും, മനം പെരട്ടൽ അല്ലെങ്കിൽ ഓക്കാനൊക്കെ വരും, ഹാർട്ട് പാൽപിറ്റേഷൻ വരും. അതായത് ഹൃദയത്തിന്റെ ആ ഒരു താളം, ആ ഹൃദയമിടിപ്പിന്റെ താളത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫെറ്റീഗ് വരും, നിങ്ങൾക്ക് ക്ഷീണം വരും. കാരണം നിങ്ങളുടെ ബോഡി നിങ്ങൾക്കൊരു സിഗ്നൽ തരാണ്, മുതലാളി ഇനി മുകളിലോട്ട് പോകണ്ട, അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി കുറയുകയാണ് എന്നുള്ള ഒരു സിഗ്നൽ നിങ്ങൾ ബോഡിക്ക് തരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത്. കാരണം ഇത് ആൾട്ടിറ്റ്യൂഡിലോട്ട് ഉയരങ്ങളിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സിക്നസ് ഫീൽ ചെയ്യുക. ഓക്കെ, കാരണം എന്താണ്? അവിടെ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നു. ഓക്കെ, ഇത് O2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾ കാണേണ്ട ഏകദേശം ഞാൻ പറഞ്ഞു 3.5 കിലോമീറ്ററിന്റെ ഏകദേശം ആ ഒരു ഹൈറ്റിലോട്ടൊക്കെ പോകുമ്പോൾ, അല്ലാണ്ട് നിങ്ങളുടെ നാട്ടുമ്പുറത്തിലെ കുന്നിലോട്ട് കയറി കഴിഞ്ഞാലൊന്നും ഇത് ഫീൽ ചെയ്തോളണമെന്നില്ല. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഹിമാലയത്തിലൊക്കെ എന്തുണ്ട്, ട്രൈബ്സുകൾ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവിടെ ജീവിക്കുന്ന ആൾക്കാർ പിന്നെ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്ത് പോകുന്നത്? അവരുടെ ശരീരത്തിൽ എന്ത് അഡാപ്റ്റേഷൻസുകളാണ് നടന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരാൾ മല കയറി പോവുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരീരം, അയാളുടെ ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റഡ് ആവും. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനോട് ഈ ബോഡി അക്ലിമറ്റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റഡ് ആയി പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ ഓക്സിജൻ അവൈലബിലിറ്റിയോട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിയിൽ RBCയുടെ കൊണ്ട് കൂടും, RBC പ്രൊഡക്ഷൻ കൂടും. മറ്റൊന്ന് അവരുടെ ബ്രീത്തിങ് റേറ്റ് കൂടും. RBC ആണല്ലോ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓക്സിജനെ കൊണ്ടുപോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകുന്നതൊക്കെ RBC ആണെന്ന് നിങ്ങൾക്കറിയാം. RBCയിലെ ഹീമോഗ്ലോബിൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ RBCയുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഒരു വഴി. മറ്റൊന്ന് ബ്രീത്തിങ് റേറ്റ്, ബ്രീത്തിങ് കുറേ കൂടി റാപ്പിഡായിട്ട് നടക്കും. ഉള്ളതാണെങ്കിൽ കുറച്ചാണെങ്കിൽ പോലും ഓക്സിജൻ കുറേ കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി അധികം ഉള്ളിലോട്ട് ചെല്ലും. മറ്റൊന്ന് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് ദ ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി കുറക്കുക എന്നുള്ളതാണ്.
ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിട്ടു തരാണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഈ ഓക്സിജൻ നേരെ മറിച്ച് പെട്ടെന്ന് ഈ ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെല്ലുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് ഓക്സിജൻ കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഹീമോഗ്ലോബിന്റെ ഈ ഒരു ബൈൻഡിങ് അഫിനിറ്റി, ഈ ഓക്സിജനോടുള്ള ഈ അഗാധമായ പ്രണയം അതൊന്ന് കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി ചെയ്യുന്ന അഡാപ്റ്റേഷൻസുകൾ എന്തൊക്കെയാണ്? ഈ ഒരു ലോ ഓക്സിജൻ അവൈലബിലിറ്റിയോട് എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻസ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ചെയ്യുന്നത് എന്താണ്? അത് ആർ ബി സി ഇൻക്രീസ് ചെയ്യുന്നു, മറ്റൊന്ന് ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റൊന്ന് ഹീമോഗ്ലോബിനുമായിട്ടുള്ള ഈ ഓക്സിജന്റെ ബൈൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ ബൈൻഡിങ് അഫിനിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് NCERT-യിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, സം ഓർഗാനിസം പോസസ് അഡാപ്റ്റേഷൻ, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ. ഓക്കെ, അതായത് നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിലോട്ട് ഏകദേശം 3500 മീറ്ററിൽ ഹൈറ്റിലോട്ട്, അതിലധികം ഹൈറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 3.5 കിലോമീറ്റർ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ രോഹ്താങ് പാസ് നിയർ മണാലി ആൻഡ് ലേക്കും മണാലിക്കും ഇടയിലാണ് ആരെ കാണുന്നത്? രോഹ്താങ് പാസ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്ക്, രോഹ്താങ് പാസ് മണാലിക്കും ലേക്കും ഇടയിലാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതുപോലെയുള്ള അത്രയും ഹൈറ്റുള്ള പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും. ഓക്കെ, ഈ സിംറ്റം എന്തൊക്കെയാണ്? ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ സിംറ്റംസ് നോക്കി കഴിഞ്ഞാൽ നോസിയ ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും, ഹാർട്ട് പാൽപിറ്റേഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്തായിരിക്കും? മുകളിലോട്ട് പോകുന്നതോറും ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ദ ബോഡി ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നത് കൊണ്ട് ബോഡിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നു. ബട്ട് ഗ്രാജുവലി യു ഗെറ്റ് അക്ലിമറ്റൈസ്ഡ് ആൻഡ് സ്റ്റോപ്പ് എക്സ്പീരിയൻസിങ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. ഗ്രാജുവലി എന്ത് ചെയ്യും? ബോഡി ആ ഒരു സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ദ ബോഡി കോമ്പൻസേറ്റ് ലോ ഓക്സിജൻ അവൈലബിലിറ്റി ബൈ ഇൻക്രീസിങ് RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ബൈ ഇൻക്രീസിങ് ദ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്, മെനി ട്രൈബ്സ് ലിവ് ഇൻ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഹിമാലയാസ്, ഫൈൻഡ് ഔട്ട് ഇഫ് ദേ നോർമലി ഹാവ് എ ഹയർ RBC കൗണ്ട് ദാൻ പീപ്പിൾ ലിവിങ് ഇൻ ദ പ്ലെയിൻ. ആണോ? യെസ്, അവർക്ക് ഹയർ RBC കൗണ്ട് ഉണ്ടായിരിക്കും കമ്പയർ ടു പ്ലെയിനിൽ ജീവിക്കുന്ന, സാധാരണ സമതലങ്ങളിൽ ജീവിക്കുന്ന ആളുകളെക്കാളും കമ്പാരിറ്റീവ്ലി അവരുടെ RBC കൗണ്ട് കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണ്? ഇവർ ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അവരുടെ ബോഡിയുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്, ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് അത്. ഈ മോസ്റ്റ് അനിമൽസ് ദ മെറ്റബോളിക് റിയേഷൻസ് ആൻഡ് ഹെൻസ് ഓൾ ദ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ പ്രൊസീഡ് ഒപ്റ്റിമലി ഇൻ എ നാരോ ടെമ്പറേച്ചർ റേഞ്ച്. അല്ലേ? ഹ്യൂമൻ അടക്കമുള്ള ഒട്ടുമിക്ക ജീവികളും അവരുടെ ബോഡി എന്താ പറയുക, അവരുടെ മെറ്റബോളിക് റിയാക്ഷൻസുകളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് നടക്കുന്നത്, ഒപ്റ്റിമലി നടക്കുന്നത് ഒരു നാരോ ടെമ്പറേച്ചർ റേഞ്ചിലാണ്. നമ്മൾക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 100 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ ഒരു ഫ്രീസിങ് ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ സബ് സീറോയിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ബിഹേവിയറൽ അഡാപ്റ്റേഷൻസുകൾ നമ്മൾ ചെയ്യുക അല്ലാണ്ട് നോർമലി ഒരാൾക്കൊരു ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഒരു സൈബീരിയയിലൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. നിൽപ്പിൽ അവരുടെ സകല അണ്ടകടാഹം എന്ത് ചെയ്യും? ഫ്രീസായി പോകും. ബട്ട് ദർ ആർ മൈക്രോബ്സ്, ആർക്കിയോബാക്ടീരിയ ദാറ്റ് ഫ്ലറിഷ് ഇൻ ഹോട്ട് സ്പ്രിംഗ് ആൻഡ് ഡീപ് സീ ഹൈഡ്രോതെർമൽ വെന്റ്.